കർഷക മാർച്ചിനിടെ ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ പോലീസുമായി വാക്കേറ്റം. ഡൽഹിയിലേക്ക് അനുമതിയില്ല എന്ന് പോലീസ് അറിയിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത്. കണ്ണീർവാതകത്തെ പ്രതിരോധിക്കാൻ പ്രത്യേക മാസ്ക് ധരിച്ചാണ് കർഷകർ എത്തിയത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, സംഘർഷാവസ്ഥയാണോ നിലവിൽ അതിർത്തിയിൽ? ഉന്മേഷ്, കർഷകർ നടത്തിയ പഞ്ചാബ് ഹരിയാന അതിർത്തിയായിട്ടുള്ള ശംഭുവിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് അതിപ്പോൾ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസും കർഷകരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നിലവിൽ ഈ ശംഭുവിൽ ഇപ്പോൾ ഉള്ളത്. പോലീസ് കർഷകർ പിരിഞ്ഞു പോകാൻ വേണ്ടി കണ്ണീർ വാതകം നിലവിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ചില വാക്കേറ്റങ്ങൾ ഇവിടെ ഉടലെടുക്കുകയുണ്ടായി. പ്രതിഷേധ മാർച്ചുമായി വന്ന കർഷകരോട് പോലീസ് പറഞ്ഞത് 101 കർഷകരുടെ പേര് വിവരങ്ങൾ തങ്ങളുടെ പട്ടികയിലുണ്ട്. ആ പേര് വിവരങ്ങൾ ഈ നിലവിലുള്ള ആൾക്കൂട്ടവുമായി അത് താരതമ്യപ്പെടുത്തി ആ 101 പേർക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള അനുമതി നൽകാമെന്ന് അറിയിച്ചു. അതിന് സാവകാശം പോലീസ് തേടി. എന്നാൽ അതിലേക്ക് പോലീസിന്റെ ആവശ്യത്തിന് വഴങ്ങുകയല്ല കർഷകർ ചെയ്തത്. മറിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശ്രമങ്ങൾ കർഷകർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അതിനൊടുവിലാണ് ഇപ്പോൾ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കണ്ണീർവാതകം പ്രയോഗിച്ച സാഹചര്യത്തിൽ ഇത്തവണ പ്രത്യേക മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു കർഷക സംഘങ്ങൾ ഇവിടേക്ക് എത്തിയത്. 101 കർഷകരുടെ നേതൃത്വത്തിലാണ് ഡൽഹി ചലോ മാർച്ച് നടക്കുന്നത്. വിവിധ ആവശ്യങ്ങളുണ്ട്. മിനിമം താങ്ങുവില ഉറപ്പാക്കുക, നഷ്ടപരിഹാരം, അതായത് കാർഷികടങ്ങൾ എഴുതിത്തള്ളുക, അതുപോലെ മരിച്ച കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, കേസുകൾ റദ്ദാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഒരു ദിവസത്തെ സമയം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. അത് ഇന്നലെയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് 12 മണിയോടുകൂടി ഡൽഹി ചലോ മാർച്ച് കർഷകർ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ അതിൽ ഒരു സംഘർഷ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഉന്മേഷ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ സംഘർഷാവസ്ഥ. ഇപ്പോൾ കർഷകരെ തടഞ്ഞിരിക്കുകയാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ.